Dr. Thomas Abraham in New Delhi, October 21st, Wednesday at 6 p.m. Sadbhavana Bhavan, adjoining to Mashigar Church, near Modi Flyover, New Delhi. തോമസ് കുട്ടി ബ്രദർ പഞ്ചാബിൽ ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട് 2015 ഒക്ടോബർ 22, 23, 24, 25. ശുശ്രൂഷ രാവിലെ 9 വൈകിട്ട് 6. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, പത്താൻകോട്ട്. തോമസ് കുട്ടി ബ്രദർ അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25, 26 ഞായർ, തിങ്കൾ. ശുശ്രൂഷ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയും ഹൃദയമാകെ നന്ദിയാ. യേശുനാഥൻ ശാപമാകെ ഏറ്റതാ, മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ. സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, 2000 വർഷം മുമ്പ് യെരുശലേം ദേവാലയത്തിന് മുമ്പിൽ നടന്നൊരു ഡാൻസ് കഴിഞ്ഞ ദിവസം പാലക്കാട് വടക്കഞ്ചേരിയിൽ കാണാനിടയായി. അപ്പോസ്തലപ്രവൃത്തി 2 നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസും യോഹന്നാനും ഒന്നിച്ച് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ദേവാലയത്തിൻ്റെ മുമ്പിലിരുന്ന മുടന്തൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന ആൾ ചാടി എഴുന്നേറ്റു. പിന്നെ നമ്മൾ വായിക്കുന്ന നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ട് ദേവാലയത്തിൽ കടന്നു. അതുപോലൊരു സംഭവമാണ് വടക്കഞ്ചേരിയിൽ കണ്ടത്. മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ ഇതാ ഞങ്ങൾ നോക്കുമ്പോൾ ഒരാൾ തുള്ളിച്ചാടുന്നു. ഐ ആം ഫ്രീ, ഐ ആം ഫ്രീ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു സഹോദരി ഇൻസ്റ്റൻറ്റ് ഹീലിംഗ് പ്രാപിച്ചത്. യേശുവിൻ്റെ കരം പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആ സഹോദരിയെ സ്പർശിച്ചു. നമ്മൾ കാണാൻ പോകുന്ന അത്ഭുത സാക്ഷ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അതേ ഫ്രീഡം ഇന്ന് എവിടെയൊക്കെയോ സംഭവിക്കുക. വിശ്വാസത്തോടെ രോഗികളാകാം, പ്രയാസത്തിലാകാം. ഈ സാക്ഷ്യത്തിലേക്ക് കടക്കുമ്പോൾ ഇതേ വിടുതൽ നമുക്കുമുണ്ടാകും. ഐ ആം ഫ്രീ, ആ ഫ്രീഡം പ്രാപിച്ച ആ ഡാൻസോടെ സാക്ഷ്യം പറഞ്ഞ വയറിനകത്ത് വലിയൊരു കല്ലിപ്പ് പോലെ ഇരുന്നിട്ട് അതങ്ങ് ഇറങ്ങിപ്പോയി, ഇട്ടിരുന്ന വസ്ത്രം തന്നെ ലൂസായിപ്പോയി. ആ അത്ഭുത വിടുതലാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഒരു അത്ഭുത വിടുതലിൻ്റെ സാക്ഷ്യവുമായിട്ടാണ് സിസ്റ്റർ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. സഹോദരി എൻ്റെ അടുത്ത് പറയുമായിരുന്നു, കഴിഞ്ഞ 3 വർഷമായി ലിവർ വീർക്കുന്ന ഒരു വളരെ പ്രത്യേകതയുള്ള രോഗത്താൽ ഭാരപ്പെട്ട സിസ്റ്റർ നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വരുന്നത്. എനിക്കൊരു വേദനയില്ലാന്ന്. You are free. അങ്ങനെ ഇറങ്ങി പോണ ആ ഒരു ഫീല് ഭയങ്കര ഫീലായിരുന്നു എനിക്കത്. വേദന വിടുന്ന സമയത്ത് ഭയങ്കര ഫീലായിരുന്നു. ഓ എന്തോ ഭയങ്കര യേശുവിൻ്റെ അസാധ്യമായ ഒന്നുമില്ല. എല്ലാം സാധ്യമാണ്. അവൻ്റെ യേശുവിൻ്റെ നാമം പറയുന്നവർക്ക് എല്ലാം വിടുതലുണ്ട്. ഉറപ്പ്. ആമേൻ. പിന്നെ വേറെ കാര്യം, എനിക്ക് ശരിക്കും ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വേദന ഫീൽ ചെയ്യും എപ്പോഴും. ഇപ്പം എനിക്ക് ചാടി കളിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യമില്ല. ഐ ആം ഫ്രീ. അത് കേൾക്കാൻ തന്നെ എന്തൊരു സന്തോഷകരമായിരുന്നു.
ഇതാ യേശു കർത്താവ് ഒരു വ്യക്തിയിൽ കൊടുക്കുന്ന വിടുതൽ. അത് എനിക്ക് തോന്നുന്നത് കേവലം ശരീരത്തിൽ മാത്രമല്ല മകളത് അനുഭവിച്ചത്, ഉള്ളിൽ കൂടെ. ഏറ്റവും രസകരമായ കാര്യം, അടുത്ത ദിവസം നമ്മുടെ ഒരു വർഷിപ്പിൽ ഇതേ സഹോദരി അടുത്ത സൺഡേയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ തനിക്ക് ഇടാൻ മേലാതെ വെച്ചിരുന്ന ഡ്രസ്സുകളെല്ലാം അയഞ്ഞിരിക്കുന്നു. അത്ഭുത വിടുതൽ, ഒരു കുഴപ്പവുമില്ല എന്നുള്ള സാക്ഷ്യം പിന്നെയും പറഞ്ഞു. യേശു എത്ര അത്ഭുതമായി ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇതാണ്, ദ അനോയിൻറ്റിങ് ദാറ്റ് മേക്സ് അസ് ഫ്രീ. അഭിഷേകം നമ്മളെ സ്വതന്ത്രരാക്കുന്നു. ഇതുപോലെ കർത്താവ് വന്ന ഒരു മതം സ്ഥാപിക്കാനല്ല, എന്തിൽ നിന്നൊക്കെയോ പാപത്തിൽ നിന്ന്, നമ്മുടെ ദുസ്വഭാവങ്ങൾ, നമ്മുടെ സങ്കടങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്നൊക്കെ, ആ മരണഭയത്തിൽ നിന്നെല്ലാം ഒരു വ്യക്തി സ്വതന്ത്രമാകുന്ന ഒരു അനുഭവമാണ് ക്രിസ്തു തരുന്ന രക്ഷ. അതൊരു മതം മാറ്റമോ ഒരു സഭയെ ചേരുന്ന ഒന്നുമല്ല, ഉള്ളിൽ തന്നെ തുള്ളിച്ചാടുന്ന അനുഭവമാണ്. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞു, ഞാൻ വന്നത് സ്വതന്ത്രമാക്കുവാനും ബന്ധനസ്ഥരെ, ബന്ധിക്കപ്പെട്ടവരെ അഴിച്ചുവിടുവാനാണ്. നമുക്ക് അവിടെ കേട്ട സന്ദേശത്തിലേക്ക് പോകാം. സ്വതന്ത്രമാക്കുന്ന അഭിഷേകം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 12-ാമത് വചനം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ലൂക്കോസ് 13:12. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ വായിച്ച വേദഭാഗം കൂടുതൽ ദൈവവചനം കേട്ടിട്ടുള്ളവർക്കെല്ലാം വളരെ അറിയാവുന്ന ഒരു സംഭവമാണ്. കർത്താവായ യേശുക്രിസ്തു ഒരു ദിവസം യഹൂദന്മാരുടെ ഒരു പള്ളിയിൽ കടന്നുപോയപ്പോൾ അവിടെ ദൈവഭക്തിയായ ഒരു സ്ത്രീ, പള്ളിയിൽ പോകുന്നൊരു സ്ത്രീ, പ്രാർത്ഥനയ്ക്ക് പോകുന്നൊരു സ്ത്രീ, ദൈവത്തെ വിളിക്കുന്നവളാ. അന്ന് അവർക്കറിയാവുന്ന നിലയിൽ യഹൂദന്മാരുടെ ഇടയിലുള്ള നേർച്ച, കാഴ്ച, വഴിപാടുകളൊക്കെ ചെയ്യുന്നവളാ, പള്ളിയിൽ പോകുന്നൊരു സ്ത്രീ. പക്ഷെ അവൾക്കൊരു പ്രശ്നമുണ്ട്. വർഷങ്ങളായി അവൾ നടു കുനിഞ്ഞ് കൂനിയായിട്ടാണ് നടക്കുന്നത്. യേശു കർത്താവ് അവളെ കണ്ടപ്പോൾ അവളെ അടുക്ക വിളിച്ച് പറഞ്ഞ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. നിന്റെ രോഗം സൗഖ്യമാകുന്നല്ല പറഞ്ഞ, പിന്നെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു മാത്രമാണ് ഈ ലോകത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തിയത്. ഡോക്ടർമാർ, രോഗങ്ങളിൽ വളരെയധികം ചികിത്സകൾ ചെയ്യുന്നവർ, അതിനകത്ത് ഗവേഷണം ചെയ്തവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല. ഇന്ന് പല മെഡിക്കൽ ശാഖകളും എന്തുമാത്രം വളർന്നു. അതും ദൈവത്തിൻ്റെ ഒരു കൃപയാ. അതിൽ നമ്മൾ അഭിമാനിക്കണം, അത് ചെയ്യുന്നവരെ അഭിനന്ദിക്കണം. എന്നാൽ യേശു മാത്രം പറഞ്ഞൊരു കാര്യമാണ്, രോഗം ഒരു ബന്ധനമാണ്. ഇത് ബന്ധനമാണെന്ന് പറഞ്ഞ് അഭിപ്രായം പറഞ്ഞു പോവുക മാത്രമല്ല, യേശു കൈവച്ച് ആ ബന്ധനത്തെ അഴിച്ചു. ക്ഷണത്തിൽ അവൾ നിവർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തി. രോഗം ഒരു ബന്ധനമാണ്. ബന്ധനം എന്ന് പറഞ്ഞാൽ കെട്ട്, ഒരാളെ കെട്ടിയിടുകയാണ് എന്ന് ചുരുക്കം. നമുക്കറിയാം, ഒരു പശുവിനെ നമ്മൾ കെട്ടി ഇട്ട് തീറ്റും. വാസ്തവത്തിൽ ദൈവം അതിനെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ കഴുത്തിലൊരു കയർ കൊടുത്താൽ പോരായിരുന്നു. കഴുത്തിൽ കയറില്ല. ഈ ലോകത്ത് മേഞ്ഞ് നടന്ന് പുല്ലൊക്കെ തിന്നാൻ ആണ് അതിനെ സ്വതന്ത്രമായിട്ടാണ് സൃഷ്ടിച്ച്. പക്ഷേ നമ്മൾ കർഷകരായതുകൊണ്ട് നമ്മുടെ നെല്ലും കൃഷിയൊക്കെ നശിപ്പിക്കാതിരിക്കാൻ നമ്മളതിനെ എന്ത് ചെയ്യുന്നു? കെട്ടിയിടുന്നു. ചുരുക്കി പറഞ്ഞ, ദൈവം അതിന് വെച്ച വിശാലതയിലേക്ക് അതിന് പോകാൻ കഴിയാതെ അതിനെ ബന്ധിച്ചു. അതാണ് ബന്ധനം, കെട്ട്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് നിങ്ങളുടെയും എൻ്റെയും ബന്ധനങ്ങളെ അഴിക്കാൻ. പരിമിതനായി എവിടെയോ ചുരുങ്ങി ഇടുങ്ങി നിന്റെ ജീവിതത്തെ ഒതുക്കാൻ പിശാച് നോക്കുമ്പോൾ യേശു വന്നത് നിന്റെ കെട്ടുകളെ പൊട്ടിച്ച്, രോഗബന്ധനം മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളിൽ പല പല ബന്ധനങ്ങൾ, പരിമിതികൾ കെട്ടി ഒതുക്കുന്ന, കെട്ടി ചുരുക്കുന്ന, പരിമിതമാക്കുന്നത് പൊട്ടിച്ച് നിന്റെ കൂടാരത്തിൻ്റെ കുറ്റികൾ വിശാലമായി അടിച്ച് നിന്റെ ജീവിതത്തിൽ, ആരോഗ്യത്തിൽ, ബിസിനസ്സിൽ, ആത്മീയ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പൈതലെ ഇടുങ്ങിയിരിക്കാനല്ല, വിശാലപ്പെടുത്താനാണ് കർത്താവ് വന്നത്. അവൻ എൻ്റെ ഇടുക്കം മാറ്റി എനിക്ക് വിശാലത വരുത്തി. ഉറക്കെ പറഞ്ഞ, ഇടുക്കം മാറ്റി വിശാല വരുത്തി. ദൈവത്തിൻ്റെ മക്കളെ, ഇടുക്കമുള്ളൊരു വീട്ടിലാണ് നീ താമസിക്കുന്നെങ്കിൽ ഈ യേശു വിശാലമുള്ള മുറികളുള്ളൊരു വീട് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിതത്തിൽ
ചിലരെല്ലാം നിന്നെ ബന്ധിച്ച് ഒരു കാര്യത്തിന് പോകാൻ കഴിയാതെ നിന്നെ ഒതുക്കിയിരിക്കുകയാണെങ്കിൽ നിന്നെ വിശാലമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ബന്ധനങ്ങളെ, ഇടുക്കങ്ങളെ, പരിമിതികളെ പൊട്ടിക്കുന്ന ഒരു കർത്താവ്. എന്നാൽ കർത്താവ് ഇത് പരിമിതികളെ പൊട്ടിച്ചത് തൻ്റെ മേലുള്ള ആത്മാഭിഷേകം കൊണ്ടാണ് എന്ന് കർത്താവ് തൻ്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു. യഹോവയാം ദൈവം, പിതാവാം ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ അഭിഷേകം. പഴയ നിയമത്തിൽ ഒരിടത്തുണ്ട്, അഭിഷേകം നുകത്തെ തകർത്ത് കളയും. പ്രൈസലോ. അഭിഷേകത്താൽ ദുഷ്ടൻ്റെ നുകങ്ങൾ ഒടിഞ്ഞു പോകും. ഞാനൊരു വലിയ സത്യം പറഞ്ഞു, നമ്മളെ പരിമിതപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യരല്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളിൽ, നിനക്ക് തന്ന വിശാലതകളിൽ, ഈ ഭൂമിയിലും ആത്മീയത്തിലും എത്താതിരിപ്പാൻ ഒതുക്കി കെട്ടുമ്പോൾ യേശു വന്ന് പറയാണ്, സ്ത്രീയെ, മകനെ, നിന്റെ ബന്ധനം ഞാൻ അഴിക്കുന്നു. നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ കർത്താവ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. അതുവരെ കർത്താവ് ആരെയും സൗഖ്യമാക്കിയില്ല. തൻ്റെ 30-ാം വയസ്സിലുണ്ടായ സംഭവമാണ്. യേശു കർത്താവ് പിതാവിൻ്റെ പ്രേരണയാൽ യോഹന്നാൻ സ്നാപകൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ പരിശുദ്ധാത്മാവ്, എല്ലാവരും പറഞ്ഞ പരിശുദ്ധാത്മാവ്. ദൈവം ഒരുവനേ ഉള്ളൂ, പക്ഷേ ഒരേ ദൈവം 3 ആളത്വങ്ങളിലാണ് വെളിപ്പെടുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധൻ. പിതാവാം ദൈവം, ആ ദൈവം തന്നെ മനുഷ്യനായി ഇവിടെ അവതരിച്ചതാണ് പുത്രനായ യേശു. 3 ആളത്വങ്ങളിലാണ് ആ ദൈവം നിൽക്കുന്ന ഒരാളേ ഉള്ളൂ. ആ രണ്ടാമത്തെ ആളത്വമായ പുത്രൻ മനുഷ്യനായി ഇവിടെ വന്നു. 3-ാമത് ദൈവത്തിൻ്റെ അരൂപിയെന്നോ ദൈവത്തിൻ്റെ ചൈതന്യമെന്നോ ചേതനയെന്നോ ഏത് ഭാഷ പറഞ്ഞാലും കുഴപ്പമില്ല, ഈശ്വരൻ്റെ ആ ആത്മാവ്, ആത്മസ്വരൂപൻ, ആ പരിശുദ്ധാത്മാവ് പുത്രൻ്റെ മേൽ ഇറങ്ങി വന്നു. എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയാമോ? ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനാണ് യേശു സാധാരണ മനുഷ്യനായി വന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തി, എന്നെയും നിങ്ങളെയും കൊണ്ട് കർത്താവിനെല്ലാം ചെയ്യാം. യേശു മാതൃകയായി. അതാ യേശു പറഞ്ഞേ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുമ്പോൾ, അഥവാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങൾ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, യേശു വന്നത് നമ്മുടെ കെട്ടുകളെ അഴിക്കാനാ. 2, നിങ്ങൾ മുഖേന പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെയും എന്നെയും നിറച്ച് അനേകരുടെ കെട്ടുകളെ അഴിച്ചു വിടാനാ. ഇതാണ് ഇന്നത്തെ സന്ദേശം. സ്വന്തം കെട്ടുകൾ അഴിയപ്പെടുക, അനേകരുടെ കെട്ടുകളെ അഴിച്ചു വിടുക. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞേ, ആത്മാവിനാൽ സ്വയം കെട്ടുകളെ അഴിച്ചു വിടുക, മറ്റുള്ളവരുടെ കെട്ടുകളിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കുക. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ശ്രദ്ധിക്കുക, ബുധനാഴ്ച വൈകിട്ട് 21-ാം തീയതി വൈകിട്ട് ഡൽഹിയിലും, 22 വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ IET ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൻ്റെ പത്താൻകോട്ട് നടക്കുന്ന പഞ്ചാബിലെ കൺവെൻഷനിൽ ഞാൻ ശുശ്രൂഷിക്കുന്നു. ആ ഞായറാഴ്ച വൈകിട്ടും തിങ്കളാഴ്ച രാവിലെയും പഞ്ചാബിൽ മറ്റൊരു സ്ഥലത്തും ശുശ്രൂഷ നടക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, വരാൻ കഴിയുന്നവർ വരണം. അപ്പോൾ തന്നെ ഈ മാസം ഒടുവിൽ 31-ാം തീയതി ശനിയാഴ്ച TV പ്രേക്ഷക മീറ്റിങ്ങും വിടുതൽ ശുശ്രൂഷയും എരുമേലിയിൽ നടക്കുന്നു. കടന്നു വരാൻ സാധിക്കുന്ന എല്ലാവരും ഈ മീറ്റിങ്ങുകളിൽ വരണം. ക്രിസ്തുദാൻ ഈ ലോകത്തിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ താൻ ബന്ധനങ്ങളെ അഴിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. ലൂക്കോസ് 4:16 മുതൽ. അവൻ വളർന്ന നസറേത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വാഴിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ക്രിസ്തു വരുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് ക്രിസ്തുവിൻ്റെ ജനത്തിന് 7 നൂറ്റാണ്ട് മുമ്പ് എഴുതി വച്ചിരുന്നു. ദൈവപുത്രൻ വരും, അവൻ മനുഷ്യജാതിയുടെ പാപം ചുമക്കും. ആ പുത്രൻ വരുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കുരുടരെ സൗഖ്യമാക്കും, ബന്ധനസ്ഥരെ വിടുവിക്കും എന്ന് മുന്നമേ എഴുതി വെച്ച വേദഭാഗം ക്രിസ്തു വായിക്കുക. അവൻ വളർന്ന നസറത്തിൽ ചെന്നു, അവനെ വായിപ്പാൻ ഏൽപ്പിച്ച ഭാഗമാവിത്. വായിച്ചാട്ടെ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനാ യേശു വന്നത്. എല്ലാ ഏരിയയിലുള്ള ദാരിദ്ര്യം, സാമ്പത്തികമാകാം, സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാകാം, കുടുംബ സമാധാനത്തിൻ്റെ ദാരിദ്ര്യം, ഏതുമാകട്ടെ, ആത്മീയ ദാരിദ്ര്യമാകാം, ആ ദാരിദ്ര്യത്തെ നിറയ്ക്കാനാണ് യേശു വന്നത്. യേശു ക്രിസ്തുവാണ് ദരിദ്രന്മാർക്ക് സദ്വർത്തമാനം കൊടുത്തത്. അടുത്ത വാക്യം, ദരിദ്രന്മാർക്ക് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മാവ്.
പറഞ്ഞേ, പരിശുദ്ധാത്മാവ് കെട്ടുകളെ പൊട്ടിച്ച് എന്നെ സ്വതന്ത്രപ്പെടുത്തും. മാത്രമല്ല എന്നിലൂടെ അനേകരെ സ്വതന്ത്രപ്പെടുത്തും. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അടുത്ത വാക്യം, ബദ്ധന്മാർക്ക് വിടുതലും. ബദ്ധന്മാർക്ക് വിടുതൽ. ഉറക്കെ പറ, പറഞ്ഞേ. ബന്ധിക്കപ്പെട്ടവർക്ക് എന്ത് ചെയ്യാ? ഓ, യേശുവിലേക്ക് നോക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ യേശുവിലേക്ക് വിശ്വാസത്താൽ നോക്കിക്കോ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും. എവിടെയെല്ലാം കെട്ടിയിട്ടുണ്ടോ ആ കെട്ടുകൾ പൊട്ടും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് പോകാൻ കഴിയാതെ, ചില ഡിഗ്രികൾ എടുത്തിട്ട്, ചില ദേശത്തേക്കുള്ള വാതിലുകൾ തുറന്നിട്ട് പോലും ചില പ്രത്യേക സാഹചര്യത്തിൽ ഒരടി സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ ഒതുക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ട നിലയിലിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം ആ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്നു. രാജ്യങ്ങളുടെ വാതിൽ നിന്റെ മുമ്പിൽ കർത്താവ് തുറക്കുക. നിനക്ക് ബന്ധനമാണ് എന്ന് പറഞ്ഞിട്ട് യേശു പോവുകയല്ല. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. വിശ്വാസത്താൽ ഇന്നങ്ങോട്ട് പൊക്കോ. കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ കാണാം. ബദ്ധന്മാർക്ക് വിടുതലും, പിന്നെ കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും. കുരുടന്മാരെന്ന് പറയുമ്പോൾ പുറത്ത് കണ്ണ് കാണാൻ മേലാത്തവരെ കർത്താവ് സൗഖ്യമാക്കി. ഈ ദിവസങ്ങളിൽ പല അനുഭവം നമ്മൾ കണ്ടു. അപ്പോൾ തന്നെ അകക്കണ്ണ് മനുഷ്യരുടെ കുരുടായിരിക്കുക. ഈ ലോകത്തിൽ കുറേ ഭക്ഷണം കഴിക്കണം, ജോലി ചെയ്യണം, പിള്ളേരെ കെട്ടിക്കണം, മരിക്കണം. കഷ്ടം. അതിനല്ല നമ്മളെ ആക്കിയത്. ഈ ലോകത്തിന് അപ്പുറത്തൊരു ലോകമുണ്ട്. ഇവിടെ ചെയ്യുന്നതിനെല്ലാം ഒരു ദിവസം കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഈ കാര്യങ്ങൾ കാണാൻ മേല. തൽക്കാല കാര്യലാഭത്തിന് എന്തും ചെയ്യും, ആരെയും കൊല്ലും, എന്ത് വേണ്ടാതീനവും കാണിക്കും. അകക്കണ്ണ് കുരുട. അതാ പൗലൂസിനോട് കർത്താവ് വിളിച്ചപ്പോൾ പറയാണ്, അനേകരുടെ കണ്ണ് തുറക്കുവാൻ ഞാൻ നിന്നെ അയക്കുന്നു. അതുകൊണ്ടാണ് പൗലൂസ് പ്രാർത്ഥിക്കുമ്പോൾ, ഓ, സഭയുടെ ഹൃദയദൃഷ്ടി തുറക്കുവാൻ, പ്രകാശിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരു സൗഖ്യം കിട്ടണം, വിടുതൽ കിട്ടണം, സഭയിൽ പോകണം, ആരാധിക്കണം, അത്രയും കണ്ണ് തുറന്നാൽ പോരാ. ഞാനൊരു കർത്താവിൻ്റെ മകനാണ്. എന്നെ ഈ ലോകത്തിലൊരു ദൗത്യത്തിന് കർത്താവ് വിട്ടിരിക്കുകയാണ്. ഈ ലോകത്തിലെ ജീവിതം വരാനുള്ള ജീവിതത്തിന് ഒരുങ്ങാൻ വേണ്ടി മാത്രമുള്ളതാണ്. എനിക്ക് പാപമോചനം വേണം, എനിക്ക് നിത്യജീവൻ വേണമെന്ന് ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ അയാളുടെ കണ്ണെന്ത് ചെയ്യണം? തുറക്കണം. അപ്പോൾ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ പുറത്തെ കണ്ണ് മാത്രമല്ല, അകക്കണ്ണ് കൂടെ തുറക്കുകയാണ്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും, പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും. കർത്താവിന്റെ പ്രസാദവർഷം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തു പോയവരാണേലും ക്രിസ്തു മുഖേന ഒരു കാലഘട്ടം തന്നിരിക്കുക. അതിനാ വർഷം എന്ന് പറയുന്ന ഒരു 365 ദിവസമുള്ള വർഷമൊന്നല്ല അതിൻ്റെ അർത്ഥം. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇപ്പോളാകുന്നു സുപ്രസാദ കാലം. ഇത് തന്നെ രക്ഷാ ദിവസം. വർഷവും നമുക്ക് അവിടെ പറയുന്ന ക്രിസ്തു വന്ന കാലം മുതൽ ഇനി യേശു മടങ്ങി വന്ന് ഈ ലോകാവസാനം വരെയുള്ള കാലഘട്ടത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു ആലങ്കാരിക നാമമാണ് ദിവസം അല്ലെങ്കിൽ വർഷം. കർത്താവിൻ്റെ പ്രസാദ വർഷത്തിലാണ് ഇന്ന്. എത്ര മഹാപാപം ചെയ്തവനും തെറ്റിപ്പോയി യേശുവേ എന്ന് പറഞ്ഞാൽ ആ കുരിശിൽ കിടന്ന കള്ളന് വിടുതൽ കിട്ടിയ പോലെ വിടുതൽ കൊടുക്കും. പാപം ക്ഷമിക്കും. ഇനി അതിൻ്റെ ശിക്ഷയില്ല. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ഒരൊറ്റ നിമിഷം കൊണ്ട് വിടുവിച്ച കർത്താവ് ഇന്ന് വിടുവിച്ചു തരും. നമ്മൾ തെറ്റ് ചെയ്താൽ രാഷ്ട്രം ശിക്ഷ വിധിക്കും. പക്ഷേ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാൻ പറ്റും. അമേരിക്കയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ പേപ്പറില്ലാതെ, വിസ ഇല്ലാതെ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, അവിടെ മുങ്ങിയവരുണ്ട്. അവരെ ഗവൺമെൻറ് എപ്പം പിടിച്ചാലും അകത്തിടും. പക്ഷേ ഇടയ്ക്ക് അവർ വിമോചന വർഷം പ്രസംഗിക്കും. അതായത് ഇപ്പം നിങ്ങൾ വന്ന് ഹാജരായാൽ മതി, നിങ്ങളെ വിമോചിപ്പിക്കുക. അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് എന്ത് ചെയ്യുമെന്നറിയാമോ? വിമോചിപ്പിക്കുക മാത്രമല്ല, അവർക്ക് അവിടുത്തെ ഗ്രീൻ കാർഡിലൂടെ കൊടുത്തു, അവിടെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഇതാണ് യേശുവിൻ്റെ വിമോചന വർഷം. ആ കാലം ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോഴാണ് സുപ്രസാദ കാലം. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ യേശു നിന്നെ വിളിക്കുന്നു. തെറ്റ് ചെയ്ത് പോയോ? ജീവിതം തകർത്തോ? വ്യഭിചാരത്തിൽ തകർന്നോ? എല്ലാം തീർന്നോ? യേശു വിളിക്കുന്നു, മകനെ വന്നാട്ടെ. ക്ഷമിക്കും. വിമോചന വർഷം പ്രസംഗിക്കും. അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അനേകർ വിടുതലായി. എന്നിട്ട് യേശു പറഞ്ഞു, എൻ്റെ മേൽ വന്ന ഈ ആത്മാവ് നിങ്ങളുടെ മേലും വരും. വിടുവിക്കുന്ന, കെട്ടുകളെ പൊട്ടിക്കുന്ന. 18 വർഷം കൂനിയായിരുന്ന സ്ത്രീയെ ഒന്ന് നോക്കിയേ. കൂനിയായ സ്ത്രീ, അവൾ ബന്ധിതയാണ്. രോഗത്തിൻ്റെ ബന്ധനം. രോഗമൊരു ബന്ധനമാണ്. രോഗമൊരു ബന്ധനമാണ്. ദൈവം തന്നതാന്ന് ചിലർ പറയും. ദൈവം ആർക്കും ബന്ധനം തരാനില്ല. പിശാചിൻ്റെ ബന്ധനം യേശു അഴിച്ചുവിടും.
ആ രോഗം കൊണ്ട് നിന്നെ കെട്ടിയ അവസ്ഥ കർത്താവ് അഴിച്ചുവിടും. ഇന്ന് നമ്മൾ കണ്ടല്ലോ അനേകരെ കർത്താവ് അഴിക്കുന്നത്. രോഗം ഒരു ബന്ധനമാ, ദാരിദ്ര്യം ഒരു ബന്ധനമാ, കുടുംബ പ്രശ്നം ഒരു ബന്ധനമാ, ഭാര്യാഭർത്തൃ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒരു ബന്ധനമാ, ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്ന ഒരു ബന്ധനമാ, മദ്യപാനം ഒരു ബന്ധനമാ, പുകവലി ഒരു ബന്ധനമാ, വേണ്ടാത്ത വഴികളുള്ള ജീവിതം, സ്വന്തം കുടുംബജീവിതം വിട്ട് വഴിപിഴച്ച ബന്ധങ്ങളിൽ പോകുന്നത് ഒരു സുഖമല്ല, ഒരു ബന്ധനമാ. പ്രൈസലോ. അതിൽ നിന്നെ കെട്ടിയിടുക, പാപ സ്വഭാവത്തിലെ സിഗരറ്റിലെ ബന്ധനത്തിൽ കെട്ടിയിടുക. എന്നാൽ യേശു ബന്ധനങ്ങളെ അഴിക്കുന്നവനാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കർത്താവായ യേശുവിൻ്റെ ആഗ്രഹം, ദൈവം തമ്പുരാൻ്റെ ആഗ്രഹം, ഞാനും നിങ്ങളും ദൈവം തരുന്ന ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന്. നമ്മൾ വലിയ തെറ്റുകളിലും കുഴപ്പങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ അവരെ കുഴപ്പക്കാരെന്ന് പറയും. പലപ്പോഴും അവർ ബന്ധിതരാണ്. ഈ മദ്യപാനികൾ, മഹാമദ്യപാനികൾ വാസ്തവത്തിൽ അവർ ബന്ധിതരാണ്. അവർക്കത് ചെയ്യണമെന്നില്ല, ചെയ്തു പോവുക. അവർക്കൊന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒരു ക്രിമിനൽ വാസനയിൽ നിന്ന് രക്ഷപ്പെട്ടൊരു നല്ല ജീവൻ നയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ക്രിമിനലുകൾ പലരും എന്ന് നമ്മൾ പറയുന്നവർ പലരും ഇനി അവർക്ക് വേറൊരു ജീവിതത്തിലേക്ക് വരാനൊക്കത്തില്ല, അത് തുടർന്നേ ഒക്കത്തുള്ളൂ എന്ന നിലയിൽ അവരായിപ്പോയി. ബന്ധിതരാ, ചില സാഹചര്യങ്ങളിൽ ബന്ധിതരാ. ക്രിസ്തുവിൻ്റെ സന്ദേശം, യേശു ക്രിസ്തു ഒരാളുടെ ഉള്ളിൽ വരുമ്പോൾ എന്തൊരു ഫ്രീഡമാണ്. അതെനിക്ക് വാക്കുകൾ കൊണ്ട് പറയാനറിയില്ല. അതാ നമ്മൾ കണ്ടത്. ആ സഹോദരിയെ തുള്ളിച്ചാടി ആനന്ദിക്കുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ക്രിസ്തുവിന് നിങ്ങളെയും എന്നെയും സ്വതന്ത്രമാക്കാൻ കഴിയും. എത്ര ബന്ധനങ്ങളാണോ നമ്മളെ പിടിച്ചു വച്ചിരിക്കുന്ന, ഏത് പ്രയാസമാണോ, രോഗമാകാം, ചില ദുസ്വഭാവങ്ങളാകാം, വേദനകളാകാം, ഭാരമാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, യേശുവിന് നമ്മളെ സ്വതന്ത്രമാക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. കർത്താവ് ജീവനോടെ ഉണ്ട്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ യേശു നിങ്ങളുടെ സമീപമുണ്ട്. ഒരു നിമിഷം കർത്താവിനോടൊന്ന് സംസാരിച്ച്, യേശുവേ എന്നെ ഒന്ന് സ്പർശിക്കണമേ. കർത്താവിന് ആത്മീയരാണോ അനാത്മീയരാണോ, ഏത് മതക്കാരനാ ഏത് സഭക്കാരനോ ഒന്നും കർത്താവ് നോക്കുന്നില്ല. ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ സമീപം നിൽക്കുക. എൻ്റെ കർത്താവ് എന്നെ സഹായിക്കണമേ, എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഒരു വാക്ക് ആത്മാർത്ഥതയോടെ ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ കരസ്പർശം ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ തന്നെ രോഗികൾ, യേശുവാ പറഞ്ഞത്, എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ കൈവെക്കുമ്പോൾ രോഗങ്ങൾ വിട്ടുമാറും. യേശു സമീപമുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തോടെ കരം രോഗമുള്ള ഭാഗത്ത് വെക്കുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ കണ്ട അതേ അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ, കുടുംബത്തിൽ ഒക്കെ നടക്കാൻ പോവുക. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അത്ഭുത സാക്ഷ്യത്തിനായി നന്ദി. ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന വചനത്തിനായി നന്ദി. അങ്ങ് വന്നത് ഞങ്ങളെ സ്വതന്ത്രപ്പെടുത്താനാണ്. ഏതെല്ലാം ഏറിയായിൽ ബന്ധിതരാണോ കർത്താവെ, പലപ്പോഴും പിശാച് ബന്ധിച്ച് ആ വിശാലതയിലേക്ക് പോകേണ്ടവരെ ഒതുക്കി അവർക്ക് ലഭിക്കേണ്ട നന്മകൾ എത്താൻ കഴിയാതെ കെട്ടിയിട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇന്ന് മക്കളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ആ ദേവാലയത്തിൽ പള്ളിയിൽ കടന്നു വന്ന സ്ത്രീ, അവളുടെ ബന്ധനം കർത്താവ് അഴിച്ചിരിക്കുന്നു പറഞ്ഞല്ലോ. രോഗമൊരു ബന്ധനമായി ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട നിലയിൽ, കട്ടിലിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ, ഒരു മുറിയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ കഴിയുന്ന വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എവിടെയൊക്കെ ബന്ധനങ്ങൾ അഴിയുന്നു, ചില കട്ടിലിൽ ജീവിതത്തെ ഒതുക്കിയ, ചില മുറികളിൽ വീടുകളുടെ ഉള്ളിൽ ഒതുക്കിയ രോഗബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അഴിയുന്നു. കർത്താവെ, സാമ്പത്തികമായി ബന്ധിച്ച ബന്ധനങ്ങൾ, അതുപോലെ ചില പാപസ്വഭാവങ്ങളിൽ, വേണ്ടാത്ത കാര്യങ്ങളിൽ, ബന്ധങ്ങളിൽ, ഒരിക്കലും പാടില്ലാത്ത ചില ബന്ധങ്ങളിൽ കുടുങ്ങി ബന്ധിക്കപ്പെട്ടവർ, കടഭാരങ്ങളിൽ ബന്ധിക്കപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത സമാധാനം കൊണ്ട് നിൻ്റെ മക്കളെ നിറയ്ക്കണമേ കർത്താവെ. അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ വിടുതൽ പകരുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേട്ട സന്ദേശം തുടരുക. അപ്പോൾ തന്നെ അടുത്ത എപ്പിസോഡിൽ ഇനിയും വളരെ അത്ഭുതകരമായൊരു സാക്ഷ്യം നമുക്ക് വേണ്ടി ഒരുങ്ങുന്നു. ലങ്സിന് വിടുതൽ കിട്ടിയ ഒരു അത്ഭുത സാക്ഷ്യം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. വചനത്തിൻ്റെ തുടർച്ചയുണ്ടായിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ.
I bless you in Jesus' name. जैसे पापी के लिए Dr. Thomas Abraham in New Delhi, October 21st, Wednesday at 6 p.m. Sadbhavana Bhavan, adjoining to Mashigar Church, near Modi Flyover, New Delhi. मार है तू തോമസ് കുട്ടി ബ്രദർ പഞ്ചാബിൽ ശുശ്രൂഷിക്കുന്നു. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം ആനുവൽ കൺവെൻഷൻ പത്താൻകോട്ട് 2015 ഒക്ടോബർ 22, 23, 24, 25. ശുശ്രൂഷകൾ രാവിലെ 9 വൈകിട്ട് 6. ബേർഷേബ കോംപ്ലക്സ്, മിഷൻ റോഡ്, പത്താൻകോട്ട്. തോമസ് കുട്ടി ബ്രദർ അമൃത്സറിൽ ശുശ്രൂഷിക്കുന്നു. ബേർഷേബ റിവൈവൽ ക്രൂസൈഡ് 2015 ഒക്ടോബർ 25, 26. ഞായർ, തിങ്കൾ. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. സൗത്ത് സിറ്റി, പ്രേം നഗർ, അമൃത്സർ. बहते हुए खून की धार क्रूज से देखो आती है, बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में